നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. മനസ്സിനെ പലത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അമ്മ വീണ്ടും ജോലിയിൽ മുഴുകി. ICUവിൽ ഡ്യൂട്ടി റൂമിൽ എത്തിയപ്പോൾ ചിരിച്ചുകൊണ്ട് റിറ്റു തന്നെയും കാത്തു നിൽക്കുന്നു. അടുത്തെത്തിയപ്പോൾ അവൾ ഒരു കാർഡ് തന്നിട്ട്, എൻ്റെ കല്യാണമാണ് അടുത്ത മാസം, നാട്ടിൽ വച്ചാണ് ഫംഗ്ഷൻ, ഞാൻ ജോലി രാജിവെക്കുകയാണ്, പയ്യൻ അമേരിക്കയിലാണ്, നാളെ ഇവിടെ ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട്, തീർച്ചയായും വരണം എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഓ, തീർച്ചയായും വരാമല്ലോ, എല്ലാ ഭാവുകങ്ങളും എന്ന് പറഞ്ഞ് അമ്മു അവളെ യാത്രയാക്കി. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഗംഭീര ലഞ്ച് അവൾ ഒരുക്കി. തിളങ്ങുന്ന വേഷവിധാനങ്ങൾ അണിഞ്ഞ് അതീവ സുന്ദരിയായും സന്തോഷവതിയായും അവൾ കാണപ്പെട്ടു. അമ്മുവിൻ്റെ കണ്ണുകൾ ഡോക്ടർ അർജുനു വേണ്ടി അവിടെ എല്ലാം തിരയുകയായിരുന്നു. പക്ഷേ കണ്ടെത്തിയില്ല. പിറ്റേന്ന് വാർഡിൽ ഡോക്ടർ അർജുനെ കണ്ടപ്പോൾ, ഡോക്ടറെ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് അർത്ഥം വെച്ച് സൂപ്രണ്ട് ചോദിക്കുന്നത് അമ്മു കേട്ടു. തലപൊക്കി നോക്കി. നല്ല സുഖമില്ലായിരുന്നു എന്ന അർജുൻ്റെ മറുപടിയിൽ ഒരു നിരാശയും തളർച്ചയും ബാധിച്ചിരുന്നതായി അമ്മുവിന് ബോധ്യമായി. കുളി കഴിഞ്ഞു വന്നപ്പോൾ അമ്മുവിൻ്റെ ഫോണിൽ ചേട്ടൻ്റെ ഒരു മിസ് കോൾ കണ്ടു. അവൾ ഫോൺ റിങ് ചെയ്തത് കേട്ടിരുന്നില്ല. ഉടനെ അമ്മു ചേട്ടനെ തിരിച്ചു വിളിച്ചു. അമ്മു, നീ ഈ ഇടയായി ഞങ്ങളെ വിളിക്കാറേ ഇല്ലല്ലോ. ചേട്ടൻ പരിഭവിച്ചു. ആശുപത്രിയിൽ വലിയ തിരക്കാണ് ചേട്ടാ. പിന്നെ തിരിച്ചു വന്നാൽ വളരെ ക്ഷീണം തോന്നും, അങ്ങനെ കിടന്നുറങ്ങിപ്പോകും, അതാണ് വിളിക്കാതിരുന്നത്. അമ്മു ക്ഷമാപണം നടത്തി. ഇവിടെ വീണ്ടും ഒരു നല്ല കല്യാണാലോചന വന്നിട്ടുണ്ട്. ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു എൻജിനീയറാണ്. നമ്മുടെ വകയിലുള്ളൊരു ബന്ധുവിൻ്റെ അടുത്ത ആൾക്കാരാണ്. നിനക്ക് ബോംബെയിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. ജാതകം നല്ല ചേർച്ചയാണ്. നിന്നെ കാണാൻ അവൻ ഡൽഹിക്ക് വരാൻ തയ്യാറാണ്. ഞാൻ അവനോട് വരാൻ പറയട്ടെ. എപ്പോഴും ഇതുപോലെ നല്ല കാര്യങ്ങൾ ഒത്തുവരില്ല അമ്മു. ചേട്ടൻ പറഞ്ഞു നിർത്തി. അല്പനേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് അമ്മു സമ്മതം മൂളി. ഡൽഹിയിൽ നിന്ന് തനിക്കൊരു മാറ്റം ഇപ്പോൾ അനിവാര്യവുമായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മനു ഫോണിൽ വിളിച്ചു. പറഞ്ഞൊത്തൊരു കോഫി ഷോപ്പിൽ ചെന്നു. കണ്ടപാടെ കണ്ണുകൾ ഉടക്കി. വശ്യതയാർന്ന ചിരിയും സംസാരവുമായിരുന്നു മനുവിൻ്റേത്. അമ്മുവിനെയും മനുവിന് ഇഷ്ടമായി. പിന്നെ ഡേറ്റ് തീരുമാനിച്ചു. അതുവരെയുള്ള ദിവസങ്ങൾ അമ്മുവിൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സമയമായിരുന്നു. ഒരു നിമിഷം പോലും ഫോണിന് റെസ്റ്റില്ലായിരുന്നു. ഫോൺ വിളികളും മെസ്സേജ് അയക്കലുമായി ദിവസങ്ങൾ ഓടിപ്പോയി. നാട്ടിൽ വെച്ചായിരുന്നു വിവാഹം. നാട്ടിൽ പോകുന്നതിന് മുമ്പേ തന്നെ ആശുപത്രിയിൽ രാജിക്കത്ത് നൽകിയിരുന്നു. അവിടെ നിന്ന് നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അമ്മുവിന് കിട്ടിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി അവർ ഒറ്റയ്ക്ക് മുറിയിലായപ്പോൾ രണ്ടുപേരുടെയും വികാരങ്ങൾ നിയന്ത്രണം വിട്ടുപോയി. എത്ര നേരം കെട്ടിപ്പിടിച്ച് കിടന്നുവെന്ന് ഓർമ്മയില്ല. ആദ്യ രാത്രി അമ്മു സ്വപ്നം കണ്ടതിൽ നിന്നും അപ്പുറമായിരുന്നു. അത്ര സ്നേഹവാനും കരുതലുള്ളവനുമായിരുന്നു മനു. തൻ്റെ മുജ്ജന്മ പുണ്യമാണെന്ന് മാത്രമേ അമ്മുവിന് കരുതാനാകൂ. ചടങ്ങുകൾ കഴിഞ്ഞ് ബോംബെക്ക് പോകാൻ മനസ്സ് വെമ്പുകയായിരുന്നു. മനു വാടകയ്ക്ക് ഫ്ലാറ്റ് എടുത്തിട്ടിരുന്നു. ബോംബെയിലെത്തി ഒന്ന് സെറ്റിലായി കഴിഞ്ഞാണ് മനു ജോലിക്ക് പോയത്. അപ്പോഴേക്കും അമ്മു ജോലിക്ക് ശ്രമിച്ചു തുടങ്ങി. തൻ്റെ സീനിയറായി പഠിച്ചിരുന്ന കോട്ടയംകാരി ബെറ്റി ബോംബെയിലാണെന്നറിയാം. അവളെ ലൊക്കേറ്റ് ചെയ്തു. അമ്മു ഫോണിൽ വിളിച്ചപ്പോൾ ബെറ്റിക്ക് വലിയ സന്തോഷമായി. അത്ഭുതമെന്ന് പറയട്ടെ, ബെറ്റിയുടെ താമസ സ്ഥലം അമ്മുവിൻ്റെ ഫ്ലാറ്റിനടുത്ത് തന്നെയായിരുന്നു. മനു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവർ ബെറ്റിയുടെ ഫ്ലാറ്റിൽ പോയി. അങ്ങനെ നവി മുംബൈയിൽ ബെറ്റി ജോലി ചെയ്യുന്ന അപ്പോളോ ആശുപത്രിയിൽ അമ്മു അപേക്ഷ അയച്ചു. ബെറ്റിയുടെ ശുപാർശയും അവളുടെ എക്സ്പീരിയൻസും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം കൂടി ആയപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ലെറ്ററും വന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമ്മുവിന് അവിടെ ജോലിയും കിട്ടി. ബെറ്റിയും ഹസ്ബൻഡ് തോമസും അമ്മുവിനും മനുവിനും നല്ലൊരു സഹായമായിരുന്നു. സന്തോഷമുള്ള നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അമ്മു എപ്പോഴും മനുവിൻ്റെ സുഖവും സന്തോഷവും നോക്കിക്കൊണ്ട് പോകുവാൻ ശ്രദ്ധാലുവായിരുന്നു. മനു അത്ര നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു അമ്മുവിന്. 1 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികൾ വേണമെന്ന ആഗ്രഹം 2 പേർക്കുമുണ്ടായി. അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അമ്മു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ആയിരുന്നപ്പോൾ ബെറ്റി ഡ്യൂട്ടി റൂമിലേക്ക് ഓടി വന്നു. അമ്മു, നമുക്കൊന്ന് ലീലാവതി ഹോസ്പിറ്റൽ വരെ പോകാം. മനുവിനൊരു തലചുറ്റൽ പോലെ വന്നു.
ഓഫീസിലുള്ളവർ അവിടെ അടുത്തുള്ള ലീലാവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെക്കപ്പ് ആകുമല്ലോ. ബെറ്റി പറഞ്ഞതൊന്നും അമ്മുവിന് തലയിൽ കയറിയില്ല. ഒന്നും കേൾക്കാനുള്ള മനസ്സുമില്ല. ആശുപത്രിയിലാണെന്ന കാര്യം പോലും മറന്ന് അവൾ കരയാൻ തുടങ്ങി. ബെറ്റി സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ബെറ്റിയുടെ ഹസ്ബൻഡ് അവരെ ലീലാവതിയിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് എൻ്റെ വിവരണം? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുമല്ലോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.